എയർ ഇന്ത്യ എക്സ്പ്രസ് അതിപ്പോൾ ഒരു കന്നാലി ക്ലാസ് കാളവണ്ടിയായിട്ട് മാറിയിരിക്കുകയാണത്. കുറച്ച് ദിവസം മുമ്പാണ് എല്ലാവരും ഈ കൂട്ടി ലീവ് എടുത്തത്. എല്ലാവർക്കും ഹൃദയസ്തംഭനം വന്നു അത്രേ ലീവ് എടുത്തത്. ഹൃദയസ്തംഭനം വന്നത് അതിൽ യാത്ര ചെയ്യേണ്ട ആൾക്കാർക്കാണ്. പലരും ജോലി നഷ്ടപ്പെട്ടു, നാണം കെട്ടു, മാനം കെട്ടു, പൈസ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അതിൽ ടിക്കറ്റ് എടുത്ത ആൾക്കാരെ എന്താ വിളിക്കേണ്ടത്? അവർ ടിക്കറ്റ് എടുത്ത് പൂനെയിൽ നിന്ന് ബാംഗ്ലൂർ വഴി കൊച്ചിയിലേക്ക് അതിന് തീപിടിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് തീപിടിച്ച് എന്തോ ആയത് അപ്പം തന്നെ കണ്ടു താഴ്ത്തേക്ക് ഇറക്കി. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഞാൻ പറയണില്ല എന്ന് മാത്രം. എന്നിട്ടൊരു മൂലയ്ക്ക് എയർപോർട്ടിന്റെ മൂലയ്ക്ക് കൊണ്ടിരുത്തി ഇവര് തെറിവിളി, തിരിച്ചു തെറിവിളി, അങ്ങോട്ട് തെറിവിളി, ഇങ്ങോട്ട് തെറിവിളി, എല്ലാവരും അറിഞ്ഞു. പത്രക്കാരെയും വന്നോട് കൂട്ടിയിട്ട് വേറൊരു കാളവണ്ടി ഒരുക്കിയിട്ട് കൊച്ചിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യാത്രക്കാർക്ക് സംഘടനയില്ല, മറ്റൊരു കമ്പനിയാ, പ്രസ്ഥാനമാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ആരും സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ കയറാതിരിക്കുക. ഇനി മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസിനെ തള്ളിക്കളയുക, അതേ മാർഗമുള്ളൂ. നമ്മുടെ എയർ ഇന്ത്യ പറയുമ്പം എയർ ഇന്ത്യ എക്സ്പ്രസ് അപ്പൊ കുറച്ചും കൂടി മുന്തിയതായിരിക്കും, അങ്ങനെ ആദ്യം വിചാരിച്ചത്. എയർ ഇന്ത്യയേക്കാൾ വലുതാണല്ലോ എയർ ഇന്ത്യ എക്സ്പ്രസ്. പക്ഷെ കാര്യങ്ങളെ കിടപ്പതല്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു പേടകമായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നത് മുഴുവൻ അതാണ്. ഇരുന്നോടത്തിരുന്ന് ലീവ് ലെറ്റർ എഴുതി കൊടുക്കുക എല്ലാവരും. അവിടെ വരുന്ന ആളുകൾ ജോലി നഷ്ടപ്പെട്ടവരുണ്ട് അതിനകത്ത്. ഇവരെ വിശ്വസിച്ച് ആ കൃത്യസമയത്ത് അവിടെ വന്നു. അവിടെ ഒന്നും ഫ്ലൈറ്റ് ഇല്ല, പിറ്റേ ദിവസം ഫ്ലൈറ്റ് ഇല്ല, അതിന്റെ പിറ്റേ ദിവസം ഫ്ലൈറ്റ് ഇല്ല, തമ്മിലടി. ടാറ്റ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ സമയത്ത് ഞാനൊക്കെ വിചാരിച്ചത് ദേ നമ്മളുടെ എയർ ഇന്ത്യ പോണു. എത്തിഹാദിന്റെ പോലെയും എമിറേറ്റ്സിന്റെ പോലെയും ഖത്തർ എയർവേസിന്റെ പോലെയൊക്കെ ദേ നമ്മുടെ എയർ ഇന്ത്യ. എയർ ഇന്ത്യ എയർല താഴ്ത്തി ഇറക്കമില്ല, ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഞാനൊരിക്കൽ ഷാർജയിൽ നിന്ന് പെട്ടെന്ന് പോരേണ്ട അവസ്ഥ, ടിക്കറ്റ് കിട്ടാനില്ല. ആ സമയത്താണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അതിലെടുക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു വേണ്ട, അതൊരു കച്ചറ വണ്ടിയാണെന്നാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വാക്കണം, കച്ചറ വണ്ടിന്ന്. അപ്പൊ ഞാനിതിൽ നോക്കിയപ്പോൾ നല്ല നല്ല ഫ്ലൈറ്റുകൾ, തിളങ്ങി വിളങ്ങുന്ന ഫ്ലൈറ്റുകൾ ഓൺലൈനിൽ നോക്കിയപ്പോഴേ എനിക്കറിയില്ലത്. അന്ന് എനിക്ക് എത്തിഹാദോ അല്ലെങ്കിൽ എമിറേറ്റ്സോ അല്ലെങ്കിൽ ഖത്തർ എയർവേസോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, കാര്യമായിട്ട് അറിയില്ല. എല്ലാത്തിനും സജഷന് മാത്രം, ഏതാ നല്ലതെന്ന് എനിക്കറിയില്ല. ഏതായാലും മറ്റു ഫ്ലൈറ്റിലൊക്കെ 5-6 ദിവസം കഴിയും. ഇതിൽ തന്നെ ടിക്കറ്റ് എടുത്തു കയറിയ സമയത്ത്, ഞാൻ ഇരിക്കുന്ന സമയത്ത് തൊട്ട് മുമ്പിൽ, അതിന്റെ മുമ്പിലുള്ള സീറ്റിൽ ഒരാള് എയർ ഹോസ്റ്റിനോട് ചിരിച്ചു പറയുകയാണ്, ചൂണ്ടിക്കാണിച്ചിട്ട്. അങ്ങനെ ഇരിക്കുന്ന സീറ്റിന്റെ മേലെ അവിടെ നമ്പർ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നമ്പർ പേന കൊണ്ട്, മറ്റേ ഇതുണ്ടല്ലോ സ്കെച്ച് പേന കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണത്. അത് 80 എന്നോ മറ്റോ 9 എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. കൈകൊണ്ട് എഴുതി വെച്ചിരിക്കുക. നീ കൈകൊണ്ട് എഴുതി വെച്ച കടലാസമ്മ തുപ്പലോണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുമോന്ന് അറിയില്ല. അന്ന് എനിക്ക് മനസ്സിലായി ഇതൊരു പേടകമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സമരത്തിന്റെ പ്രശ്നം കഴിഞ്ഞ് സാധാരണ വിമാന കമ്പനികളെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെയും കേട്ടിട്ടുള്ളത് അവരെവിടെയെങ്കിലും 10 ദിവസം എവിടെയെങ്കിലും ഒന്ന് വൈകി കഴിഞ്ഞാൽ ഉടനെ 5 സ്റ്റാർ ഹോട്ടലിൽ താമസം, അവരുടെ ഓഫീസേഴ്സ് മുഴുവൻ വന്ന് സോറി പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ അത് വലിയ രീതിയിൽ ഇങ്ങനെ കുറെ ചോട്ടാമുട്ട കമ്പനികളുണ്ട്. ആ കമ്പനികളൊക്കെ ഈ കന്നാലി ക്ലാസ്സുകളായിട്ട് മാറിയിരിക്കുകയാണ്. പണ്ട് ശശി തരൂർ അവർ പറഞ്ഞ പോലെ കന്നാലി ക്ലാസ്സുകളായിട്ട് മാറിയിരിക്കുകയാണ്. എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത് കാണാം, പറയും നിങ്ങളുടെ ഫ്ലൈറ്റ് 1 മണിക്കൂർ വൈകിട്ടുണ്ട്.
ആ 1 മണിക്കൂർ കഴിയുമ്പോൾ പറയും നിങ്ങളുടെ ഫ്ലൈറ്റ് 4 മണിക്ക്, അപ്പോൾ 2 മണിക്കൂർ വൈകിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ. ഇത് ഒരുപാട് ഒരു 2-3 തവണ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഏതായാലും രാജി കൂട്ട ലീവിന്റെ നാടകത്തിന്റെ പേരിൽ കുറെ ആൾക്കാർ അവരുടെ ഭാവി തുലാസിലായി മാറിക്കഴിഞ്ഞു. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റോ എയർലൈൻസുകാരോ ടാറ്റയോ പോലും തയ്യാറായിട്ടുമില്ല. എവിടെ നോക്കിയോ കെട്ടി കഴിഞ്ഞ് ടാക്സി കൊടുത്തത് എല്ലാം കഴിഞ്ഞ് ചെലവും ചെയ്ത് എല്ലാം കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒതുക്കി എല്ലാം കഴിഞ്ഞ് ഇവിടെ വരുന്നിട്ട് ഇതില്ലെന്ന് പറയുമ്പോൾ ടിക്കറ്റിന്റെ പൈസ മാത്രം മടക്കി കൊടുക്കാമെന്നു. അത് മാത്രം മതിയോ? അതിനനുഭവിച്ച മാനസിക സമ്മർദ്ദമോ? ഒരു രണ്ടാമത് ഇതുപോലെ തന്നെ വീണ്ടും അവിടെ പോയിട്ട് വീണ്ടും ഒരുങ്ങി പുറപ്പെടണ്ടേ? ഇപ്പൊ ഏതായാലും ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോ വീണ്ടും അത് പത്രക്കാരിവരൊക്കെ ഒന്ന് മയപ്പെടുത്തിയിട്ടാ പറഞ്ഞിട്ടുള്ളത്. പറന്നുയരുന്നതിനിടെ ബാംഗ്ലൂരിൽ നിന്ന് പൂനെ വഴിക്ക് പൂനെയിൽ നിന്ന് ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി അങ്ങനെ ഒരു സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസ്. അത് പൂനെയിൽ നിന്നാണോ? അതെ, പൂനെയിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട്. എവിടെ നിന്ന് എനിക്ക് ബാംഗ്ലൂരിൽ നിന്നോ മറ്റോ അത് മേലോട്ട് ഉയർന്ന സമയത്ത് ചിറകിന് തീ പിടിച്ചു. ആൾക്കാർ പറഞ്ഞു ചിറകിന് തീ പിടിച്ചു അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിയായി, കൂട്ട നിലവിളിയായി. പിന്നെ അവർ കാണുന്നത് മരണമാണ് മുമ്പിൽ കാണുന്നത്. മരണമല്ല ഈ ജീവിതം. കാരണം ഇതിന്റെ 2 ചിറകിനകത്തും തീയെന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ആവിയേഷൻ ഓയിൽ അതിനകത്ത് ഒഴിച്ചു വെച്ചാൽ നമ്മുടെ പെട്രോൾ പോലെയല്ല. ആയതുകൊണ്ട് തീ പിടിച്ചാൽ പൊട്ടിത്തെറിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടാൽ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക്. അതിൻ്റെ ഇടയിൽ ഈ പരിക്ക് പറ്റിയ പരിപാടി പോലും ഉണ്ടാവില്ല. എല്ലാവരും കൂട്ടക്കലത്തിലായി. ഇവിടെ മൂടി വെച്ച് പറയുന്നൊരു കാര്യമുണ്ട്. പറന്നുയരുന്ന 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലാവണം എത്ര ദൂരം പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് തീ കണ്ടത്. ഉടനെ തന്നെ തിരിച്ചിറക്കുമ്പോഴും അപ്പുറത്ത് ഇപ്പുറത്ത് ഫയർഫോഴ്സ് എല്ലാം വന്ന് പതയും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ കെടുത്തി. ഈ 4 മിനിറ്റ് എന്നുള്ളത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നെങ്കിലോ? അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടിപ്പോ സാക്ഷാൽ ടാറ്റയുടെ അധീനതയിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എയർ ഇന്ത്യ അവർ വാങ്ങിച്ചല്ലോ, അതിൻ്റെ ഒരു വിവാദം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ആരായാലും എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു ചളിഞ്ഞ വളിഞ്ഞ പുളിഞ്ഞ കമ്പനിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനിയും ആ ഫ്ലൈറ്റിനകത്ത് കയറി ഫ്ലൈറ്റ് വൈകിയെന്നോ ഫ്ലൈറ്റ് ക്യാൻസലാക്കിയെന്നോ ഫ്ലൈറ്റിന്റെ അവിടെ ഇവിടെ തീ കണ്ടെന്നോ അതിനകത്തുള്ള എയർ ഹോസ്റ്റസുമാരുടെ പെരുമാറ്റം ശരിയല്ലെന്നോ സീറ്റിലിരിക്കുന്ന സമയത്ത് സീറ്റ് പൊളിഞ്ഞു പോകുന്നുവെന്നോ അല്ലെങ്കിൽ മരപ്പലക പോലൊന്നുമാണ് സീറ്റ് എന്ന് പറഞ്ഞിട്ടോ കംപ്ലൈന്റ് കൊടുക്കുന്നതിൽ അതിന് അർത്ഥമില്ല. അതിൽ കയറാതിരിക്കുകയാണ് ഇനി വേണ്ടത്. കാരണം ഞാൻ എത്തിഹാദിൽ കയറിയിട്ടുണ്ട്, എമിറേറ്റ്സിൽ കയറിയിട്ടുണ്ട്, ഖത്തർ എയർവേസിൽ കയറിയിട്ടുണ്ട്. അവിടെയെല്ലാം ഉള്ള ട്രീറ്റ്മെന്റുകൾ അത് കാണുന്ന സമയത്ത് തന്നെ അതിന്റെ ടിക്കറ്റിന്റെ ചാർജ് ഇവരെക്കാൾ കൂടുതലാണല്ലോ അവർക്ക് എന്ന് തോന്നില്ല നമുക്ക്. അത്ര കൊടുത്താൽ എന്നാ തോന്നുക. ആയതുകൊണ്ട് തന്നെ 10 രൂപ കൂടിയാലും ഒരു കാരണവശാലും, കാരണം ആ 10 രൂപ ലാഭത്തിന് നിങ്ങൾ ചിലപ്പോൾ കൊടുക്കുന്നത് നിങ്ങളുടെ ജീവനായിരിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസിൽ കയറി അതാ സംഭവിക്കാൻ പോണത്. ഇവിടെ ഈ തീ കണ്ട സമയത്ത് അയ്യോ എന്നും പറഞ്ഞ് എമർജൻസി മാതിരൊക്കെ ഉണ്ട്. അത് ഓടിപ്പോയിട്ട് എന്ന് പറഞ്ഞാൽ തുറക്കൊന്നുമില്ലല്ലോ, നമ്മൾ അങ്ങോട്ട് കാണിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവരൊരു മറ്റേ ഈ ഓക്സിജന്റെ ഒരു പരിപാടിയുണ്ട്. അവരവിടെ നിന്ന് ഇംഗ്ലീഷിൽ പറയും പറയുമ്പോൾ ഇതൊക്കെ കാണിക്കും. നമുക്കൊന്നും മനസ്സിലാവില്ല. എന്നാലും ഓക്സിജന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ കിടന്ന് പരതേ ഉള്ളൂ. ഇത് എവിടെ വെക്കണത്, എങ്ങനെ വെക്കണത്, എവിടെ ഇടണം, നമുക്കൊന്നും അറിയില്ല. മറിച്ച ആൾക്കാരാ, ഇവർക്കൊന്നും സഹായിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ എല്ലാം ഒരു നാടകമാണ് അതിനകത്ത് നടക്കുന്നത്.
ഏതായാലും അവർ പലപ്പോഴും ഭക്ഷണം, ഒരിക്കൽ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാറില്ല, ഫ്ലൈറ്റിനകത്ത് ഭക്ഷണം കഴിക്കാറില്ല. അത് പല ഫ്ലൈറ്റിലും നമ്മൾ ടിക്കറ്റിനോടൊപ്പം ഭക്ഷണം അവർ ഏർപ്പാട് ചെയ്യുന്നുണ്ടാകും. ഇപ്പോൾ നമ്മൾ ഇന്ത്യക്ക് ആണെങ്കിൽ ഭക്ഷണമില്ല, ചിലപ്പോൾ അവരെന്തെങ്കിലും കപ്പലിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റിക്കും തന്നു എന്ന് വരും. അവരെ ഭക്ഷണം കഴിക്കാറില്ല. കാരണം ഇന്നിപ്പോൾ ഏത് തട്ടുകടയിൽ കിട്ടുന്നേക്കാൾ വൃത്തികെട്ട ഭക്ഷണമാണ് ഇപ്പം അതിനകത്ത് എന്ന് കരുതേണ്ട സാഹചര്യം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ എമർജൻസി എക്സിറ്റ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് പലയിടത്തും കൂടി ചാടാൻ തുടങ്ങി. പലരും കാലൊടിഞ്ഞു, പലർക്കും പരിക്ക് പറ്റി. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. ആ പോക്കെന്ന് പറഞ്ഞ് ഒരു പോക്കാണ്, എങ്ങനെ എടുത്ത് പുറത്തേക്ക് ചാടുക എന്നുള്ള പോക്കാണ് അവിടെയുള്ളതേ. എക്സിറ്റ് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ കിടക്കാൻ പറ്റുള്ളൂ വാതിൽ കൂടെ. അപ്പൊ മുമ്പിൽ ആളുന്ന പുറകിൽ ആൾക്കാർ തള്ളിയാണ് താഴ്ത്തി ഇടുകയാണ്. എന്തായാലും വലിയ രൂപത്തിലുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള അവസ്ഥയാണ് അവിടെ സംഭവിച്ചത്. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ തീപിടിച്ച് കൊണ്ട് നന്നാക്കണമല്ലോ, വർഷാപ്പിലേക്ക് കൊണ്ടുപോകണമല്ലോ. ഈ വിമാനത്തിലെ യാത്രക്കാരെ കൊച്ചിയിലെത്തണം. എന്താ ചെയ്യുക? അതിപ്പോൾ ഞങ്ങളോടാ ചോദിക്കണേ അവരും. അവിടെ മറ്റേ റെയിൽവേ പാളം പോണ കണ്ടില്ലേ? അത് നേരത്തെ കൊട്ടകട നടന്നാൽ മതി. വഴിയിൽ കുറച്ച് തട്ടുകടയുണ്ട്, അവിടുന്ന് കുറച്ച് കപ്പയും വാങ്ങിച്ചോ, കപ്പയും മറ്റെന്തായാലും പറയാം കപ്പയും ബീഫും വാങ്ങിച്ചോ, അത് തിന്നിട്ട് അങ്ങോട്ട് നടന്നു. ഇതാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡ്. അപ്പം ഞങ്ങളെ തെറിവിളിയായി, ബാസ്റ്റേഡ് വിളിയായി, തമ്മിൽ വഴക്കും വയ്യാവിളിയായി, നാട്ടുകാരൻ്റെ ഒപ്പം കൂടി. ഏതായാലും കുറേ സമയം കഴിഞ്ഞ് അവിടെ തങ്ങേണ്ടി വന്നു. പട്ടികളുടെ പോലെ ഒരേ മൂലയ്ക്ക് അവിടെ നിന്ന് ഇരിക്കുകയാണ്. ഇങ്ങനെ ആലോചിച്ച് നോക്കണം. VIP-കളാണ്. അവർക്ക് ആ വിമാനത്താവളത്തെ എന്തെങ്കിലും ലോഞ്ച് അവിടെ എവിടെയെങ്കിലും അതും സൗകര്യം ഒരുക്കിയില്ല. നിങ്ങളൊന്നുകൊണ്ട് ഭയപ്പെടേണ്ട, എല്ലാവരും ആ വണ്ടിയിൽ കയറിക്കോളൂ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബസ് വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാം ആ 5 സ്റ്റാർ ഹോട്ടൽ ടാജിലേക്ക് പൊക്കോളൂ. ഒന്നും പറഞ്ഞൊന്നുമില്ല. അവിടെ ഇരുന്നു. അവിടുന്ന് തെറിവിളിയാ, ആ പട്ടി എന്ന് പറഞ്ഞ് തെറിവിളിയാ. അവർ കൂടി തിരിഞ്ഞു നോക്കും എന്ന് പറഞ്ഞു. അവസാനം എല്ലാം കഴിഞ്ഞ് ലഹളയായി, പ്രശ്നമായി, പത്രക്കാരെല്ലാം വന്നപ്പോൾ ഉച്ചയാവുന്നതിനും ഒരു 10 മണി ആയോട് കൂടിയിട്ട് വേറൊരു വിമാനം ഒരുക്കി, വേറൊരു കാളവണ്ടി ഒരുക്കി. $179 യാത്രക്കാരുണ്ടായിരുന്നത് പൂനെന്ന് കയറുമ്പോൾ. ബാംഗ്ലൂർ കെമ്പഗൌഡ അവിടെ ഒന്ന് ഇറങ്ങി. അതിന് അവിടെ നിന്ന് ഉയരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഇനി ഏതായാലും ഒറ്റ മാർഗേ ഉള്ളൂ. എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുക്കാതിരിക്കുക. ഇത്രയായിട്ട് പോലും എയർ ഇന്ത്യയിൽ കയറിയിട്ട് ഇനി എവിടെയെങ്കിലും പോയിട്ട് തീ പിടിച്ചിട്ട് അയ്യൊപ്പത്തോ നിലവിളിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ആ വിളി കേൾക്കാനുണ്ടാവില്ല. നിങ്ങളെ കളിയാക്കും നിങ്ങളെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും പല എയർലൈൻസിലും പല ടിക്കറ്റാണ്. നമ്മൾ ബസ് യാത്രയാണെങ്കിൽ തൃശ്ശൂർ അങ്കമാലി എന്ന് വെച്ചോ, തൃശ്ശൂർ എറണാകുളം, എല്ലാ ബസ്സിലും ഫാസ്റ്റിൽ ഒരേ ചാർജാണ്, സൂപ്പർ ഫാസ്റ്റിൽ ഒരേ ചാർജാണ്, എക്സ്പ്രസ്സിൽ ഒരേ ചാർജാണ്. ഇവിടെ അങ്ങനെയല്ല. സീസൺ അനുസരിച്ച് ആടിയും സീസൺ അനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? പണ്ടത്തെ കാരണവന്മാർ ചെരുപ്പ് വാങ്ങിക്കാൻ പോയ പോലെയാ, അല്ലെങ്കിൽ മുണ്ട് വാങ്ങിക്കാൻ പോയാ. ഇത് എത്രയാ വില? 100 രൂപ. ഇതിനോ? ഇത് 99 രൂപ 99 പൈസ. അത് മതി. കണ്ട, ഇങ്ങനെയാണ് സാധനം വാങ്ങിക്കേണ്ടത്. 1 പൈസ ലാഭിച്ചോ? അങ്ങനെ ചില പിശുക്കന്മാരുണ്ട്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 10 രൂപയ്ക്ക് വേണ്ടി, 100 രൂപയ്ക്ക് വേണ്ടി, 1000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചവറ് കാളവണ്ടികളിൽ, ഇങ്ങനെ ചവറ് മറ്റേ എന്താ ശശി തരൂർ പറഞ്ഞ് കന്നാലി ക്ലാസ്സുകൾ അതിൽ കയറരുത്. അപ്പോൾ അവരൊരു പാഠം പഠിക്കും. പലപ്പോഴും ഫുഡ് കൊടുക്കാതെ, ടീ കൊടുക്കാതെ, അതിനകത്തും ബിസിനസ്സാ.
ഫുഡൊക്കെ കിട്ടും. അവർ ഈ സാധനം ഉന്തിക്കൊണ്ട് വന്നിട്ട് അതിനകത്ത് ഫുഡ് കൊടുക്കും. ഒരു ഉപ്പാവിന് 450 രൂപ. ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ. കഴുത്തറക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്കൊരു നിലവാരമുണ്ട്. നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം ഇളിപ്യൻ കന്നാലി ക്ലാസ് കാളവണ്ടികളിൽ നിങ്ങൾ കയറരുത്. കൂട്ടമായിട്ടല്ല അവർ പ്രഖ്യാപിക്കുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയായിട്ട് പോലും ഇപ്പറഞ്ഞ കാര്യം ഒരു പത്രക്കാരും എഴുതിയിട്ടില്ല, ഒരു ചാനലുകാരും പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? അതൊരു കമ്പനിയാണ്. ആരുടെ കമ്പനിയാണ്? ടാറ്റയുടെ കമ്പനിയാണ്. ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൂടി വെച്ച് പറയാം, മുഴുവൻ കാര്യങ്ങൾ പറയാതിരിക്കാം, അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാം. യാത്രക്കാർക്ക് സംഘടനയില്ലല്ലോ, അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. അതേ സമയത്ത് ഇത്തരം കന്നാലി ക്ലാസ്സിൽ ടിക്കറ്റ് എടുക്കരുതെന്ന് ഏതെങ്കിലും പത്രം പറഞ്ഞാൽ ആ പത്രം ചിലപ്പോൾ നാളെ ഉണ്ടായിന്ന് വരില്ല. അവിടെ തീരുമാനമെടുക്കേണ്ട യാത്രക്കാരാ. നമസ്കാരം.